Okay, dear children, today we are going to start our class. Why does a country need a constitution? It will will constitution guarantee democracy? Though all democratic countries are likely to have a constitution, you know one thing that all democratic countries they are likely to have a constitution. All countries have constitution. Why? Because within that constitution only they can rule. They can rule according to the constitution. That is why every democratic countries they have a constitution. Having a constitution does not guarantee that a country will be democracy. So many countries you know very well, there will be constitution. It never means that that country is democratic country. In democratic country, there will be a constitution. As per the constitution only, they will rule. It never say that it does not mean that a country having a constitution have democracy. I hope that. I hope that you understood. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. അതായത് എല്ലാ ജനാധിപത്യ രാജ്യങ്ങൾക്കും ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന എല്ലാ രാജ്യത്തും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അത് ജനാധിപത്യ രാജ്യമാകണമെന്നില്ല. മനസ്സിലായോ? എല്ലാ രാജ്യത്തും എല്ലാ രാജ്യത്തും ഭരണഘടനയുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ രാജ്യത്തും എന്നല്ല, എല്ലാ ജനാധിപത്യ രാജ്യത്തും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഭരണഘടനയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യങ്ങളെല്ലാം ഡെമോക്രാറ്റിക് കൺട്രി അല്ലെ ഡെമോക്രസി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയും കാര്യം മനസ്സിലാക്കുക. So all democratic countries are likely to have a constitution. Having a constitution does not guarantee that all country will democracy. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നും പറഞ്ഞാൽ ഒരു ഡെമോക്രസി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ ജനാധിപത്യ രാജ്യങ്ങൾക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. വാട്ട് ആർ ദ പർപ്പസ് സെർവ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ പർപ്പസ് എന്താണ്? വാട്ട് ആർ ദ പർപ്പസസ് സെർവ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഫസ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ defines the fundamental nature of the society. Constitution defines the fundamental nature of the society. നമ്മുടെ സമൂഹത്തിൻ്റെ ഫണ്ടമെന്റൽ നേച്ചർ വെളിപ്പെടുത്തുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. Defines the fundamental nature of the society. Second, കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് ദ നേച്ചർ ഓഫ് എ കൺട്രീസ് പൊളിറ്റിക്കൽ സിസ്റ്റം. അവിടുത്തെ രാഷ്ട്രീയമായ അവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റംസിൻ്റെയും അതിൻ്റെ പ്രത്യേകത എന്ന് ഡിഫൈൻ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട്സ് ദ ലാർജർ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺട്രി. ജനങ്ങളുടെ ലാർജർ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺട്രി എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആണ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഇതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നുകൂടെ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് ദ പർപ്പസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ത്രീ പർപ്പസസ് ആർ ദർ. ഫസ്റ്റ് പർപ്പസ് ഡിഫൈൻസ് ദ ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ പ്രകൃതിയാവുള്ള നമ്മുടെ സമൂഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തുന്നു. ഡിഫൈൻസ് ദ നേച്ചർ ഓഫ് എ കൺട്രീസ് പൊളിറ്റിക്കൽ. അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള അതിന്റെ ഒരു പ്രകൃതി അല്ലെ സവിശേഷത അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. മൂന്നാമതായിട്ട് പ്രൊട്ടക്ട്സ് ദ ലാർജ് ഇൻട്രസ്റ്റ്. ജനങ്ങളുടെ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺട്രി എന്ന് പറയുന്നത് ഇവിടെ ജനങ്ങളാണ്. ജനങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നു. വലിയ വിഭാഗം ജനങ്ങളുടെ താല്പര്യത്തെ സംരക്ഷിക്കുന്നു ഏത്? കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം വാട്ട് ആർ ദ പർപ്പസ് സെർവ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഫസ്റ്റ്, ഇറ്റ് ഡിഫൈൻസ് ദ ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് ദ സൊസൈറ്റി. സെക്കൻഡ്, ഇറ്റ് ഡിഫൈൻസ് ദ നേച്ചർ ഓഫ് എ കൺട്രീസ് പൊളിറ്റിക്കൽ സിസ്റ്റം. തേർഡ്, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ലാർജർ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺട്രി. ദീസ് ആർ ദ പർപ്പസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് defines the fundamental nature of the society first. So the purpose served by the constitution are: constitution defines the fundamental nature of the society. Second, it defines the nature of a country's political system. Third, it protects the larger interest of the country. Next, we want to know, it lays down certain ideals. That is important. It lays down certain ideals that form the basis of a country that citizens want to live. It lays down certain ideals. These ideals are very important in a democratic country that form the basis of the country that citizens want to live. It tells the citizens the fundamental nature of the society.
It serves as a set of rules and principles. That is constitution. Constitution is set of rules and principles. It serves as a set of rules and principles on the basis of which a country can be governed. Governed means ruled. On the basis of which country can be governed. These rules and principles are to be agreed upon by all persons in the country. These rules and principles are to be agreed upon all persons in the country. എത്രേ ഉള്ളൂ, ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന, എഗ്രീഡ് ആയിട്ടുള്ള, ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയാണ്. These rules and principles are to be agreed upon by all persons in the country. എല്ലാവരും അംഗീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഭരണഘടനയാണിത്. അപ്പോൾ അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് സർട്ടൻ ഐഡിയൽസ് ദാറ്റ് എ കൺട്രി ഷുഡ് അപ്ഹോൾഡ്. നമ്മൾ മുറുകെ പിടിക്കേണ്ട ചില ആദർശങ്ങളും ആശയങ്ങളും ചില സന്ദേശങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഏറ്റവും വലിയ വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്. പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നു വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്. എന്ത് ചെയ്യാൻ പാടില്ല, ഡൂസ് ആൻഡ് ഡോൺസ് പ്രത്യേകം പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ചിലത് ചെയ്യാൻ പാടുണ്ട് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അത് certain ഐഡിയൽസ് ഉണ്ട്, അതിന് ചില പ്രിൻസിപ്പിൾസ് അതിൻ്റെ അകത്തുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് certain ഐഡിയൽസ് ദാറ്റ് എ കൺട്രി ഷുഡ് അപ്ഹോൾഡ്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഗവേണിംഗ്. ഗവേണിംഗ് ഹിയർ മീൻസ് റൂൾ. It helps in ruling the people or governing the people of different communities having varied belief. It says that different communities having different belief, so that should be protected in the constitution. Constitution governing the people of different communities having different beliefs, they can worship according to their belief. No problem. The constitution helps in governing the people, rule the people, different communities having different beliefs, no problem. It decides the type of government and the ideals that the country should uphold. Which type of government should be ruled, that will be said in the constitution. It uphold the democratic ideals, democratic principles that the country should uphold. Okay. Next, constitution second purposes we want to discuss, that is, constitution defines the nature of a country's political system. It acts as a guideline for decision making in the society. If any kind of decision should be taken, that time it acts as a guideline. What act? The constitution acts as a guideline for decision making in the സമൂഹത്തിലെ എന്തെങ്കിലും ഒരു പ്രധാന തീരുമാനം എടുക്കുന്നതിനുള്ള ഒരു മാർഗദർശിയായിട്ട് ഭരണഘടന മാറുന്നു, അത് പ്രവർത്തിക്കുന്നു. ഇറ്റ് ആക്ട് ആസ് എ ഗൈഡ് ലൈൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് ഇൻ ദ സൊസൈറ്റി. നെക്സ്റ്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ റൂൾസ് പ്രൊട്ടക്ട്സ് ദ പീപ്പിൾ ഫ്രം മിസ്യൂസ് ഓഫ് പവർ ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് എടുക്കുന്ന എന്തെങ്കിലും മിസ്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ, മിസ്യൂസ് ആയിട്ട് പവർ എടുത്തു കഴിഞ്ഞാൽ, ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ ശബ്ദിക്കാനുള്ള അവകാശമുണ്ട്. അതിനെതിരെ ശബ്ദിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? മിസ്യൂസ്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ആരോ എൻ്റെ അകത്ത് കയറി കളിക്കുന്നുണ്ട്. സ്ക്രീൻ ഷെയർ ഇല്ലേ? Shefin, what are you doing? Shefin, Charlie, what are you doing there? Shefin. So it lays down certain ideals that form the basis of a country that citizens want to live in. It tells the citizen the fundamental nature of the society. Yes,
Second, we are discussing Constitution defines the nature of country's political system. It acts as a guidelines for decision making in the societies. Second, the Constitution rules protects the people from misuse of power by the government. അപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഒരു നിസ്സാരമായ ഒരു ഉദാഹരണം. നമ്മൾ ക്ലാസ്സിൽ പലപ്പോഴും നമ്മൾ ലീഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. ഇപ്പം കുട്ടികളെ അപ്പോയിന്റ് ചെയ്യും ലീഡറായിട്ട്. ഓക്കെ, നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് കുട്ടികളെ ലീഡറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ആ കുട്ടി ഏതെങ്കിലും ഒരു കുട്ടിയോട് ദേഷ്യമുണ്ടെങ്കിൽ അവൻ്റെ പേരെഴുതി വെച്ചിട്ട് ടീച്ചറിൻ്റെ അടുത്ത് പറയുന്നു അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ക്ലാസ്സിൽ അങ്ങനെ പെരുമാറിയെന്ന് പറയും. ടീച്ചർ ഇത് മനസ്സിലാക്കാതെ അവന് 2 അടി കൊടുത്തു വന്നിരിക്കട്ടെ. അപ്പോൾ അവൻ ചെയ്തത് എന്താണ്? അവൻ പവറിനെ മിസ്യൂസ് ചെയ്തിരിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അത് അന്നേരം നമുക്കൊരു സ്കൂളിൽ പിന്നെ ഇതിനെ വയലേറ്റ് ചെയ്തിട്ടാണ് അതിനെ ദുരുപയോഗം ചെയ്തത്. അങ്ങനെ ചെയ്യുവാൻ പാടില്ല. അപ്പൊ ഇതുപോലെയാണ് ഗവൺമെന്റ് എന്തെങ്കിലും അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അധികാരം അവർ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ ശബ്ദിക്കുകയും ആ മിസ്യൂസ് ചെയ്യുന്നതിനെ വാണിംഗ് കൊടുക്കുകയും ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. The Constitution rules protects the people from misuse of power by the അല്ലെങ്കിൽ ജനങ്ങൾ എന്തോ ചെയ്യും? മിസ്യൂസ് ചെയ്യും, അവരുടെ അധികാരങ്ങൾ മിസ്യൂസ് ചെയ്താൽ തന്നെ അപ്പോൾ തന്നെ വേറൊരു സിറ്റിസൺ അത് ചൂണ്ടിക്കാണിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയായിട്ട് അതിനെ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് കോടതി ഇടപെട്ടിട്ട് വിലക്കിയിട്ടുണ്ട്. പല കാര്യങ്ങളും ചെയ്യുന്ന ഗവൺമെന്റിന്റെ പോളിസി പോലും പല കാര്യങ്ങളും ചെയ്യുന്ന കോടതി വിലക്കിയിട്ടുണ്ട്, വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ the section fundamental rights guards the rights of the peoples. For example, in the Indian constitution, the section fundamental rights guards the rights of fundamental rights ഉണ്ട്. നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഓരോ വ്യക്തിയുടെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഗാർഡ് മീൻസ് പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും സംരക്ഷിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എല്ലാം നമ്മുടെ അവകാശം. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിനകത്തുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ നെക്സ്റ്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ്ഗാർഡ്സ് ദ റൈറ്റ്സ് ഓഫ് ദ മൈനോറിറ്റീസ്. മൈനോറിറ്റീസിന്റെ, അതായത് മൈനോറിറ്റീസ് ഉണ്ട്. ഓക്കെ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ഓക്കെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ്ഗാർഡ്സ് ദ റൈറ്റ്സ് ഓഫ് ദ മൈനോറിറ്റീസ്. മൈനോറിറ്റീസ് ഉണ്ട്. ഇവിടെ മെജോറിറ്റീസ് ഉണ്ട്, മൈനോറിറ്റീസ് ഉണ്ട്. ക്രിസ്ത്യൻസ്, മുസ്ലിംസ് അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ മൈനോറിറ്റി ഗ്രൂപ്പ്സ് ആണ്. അവരുടെ ഇൻട്രസ്റ്റിനെ താല്പര്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. സേഫ് ഗാർഡ്സ് ദ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഒരു ജനാധിപത്യ രാജ്യത്തിൽ മെജോറിറ്റി പീപ്പിളുടെ ഒപ്പീനിയൻ മാത്രമേ മാനിക്കുന്നുള്ളല്ലോ, മൈനോറിറ്റീസിന്റെ പറയാനുള്ളതൊന്നും മാനിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചുകൂടായികയില്ല. അങ്ങനെ ചിന്തിച്ചാൽ ഒരു കാര്യം ഇവിടെ പ്രത്യേകം കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് കേട്ടോ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ഗാർഡ്സ് ദ റൈറ്റ്സ് ഓഫ് ദ മൈനോറിറ്റീസ്. മൈനോറിറ്റിയുടെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ contains provisions to prevent domination of the majority over minority. The Constitution contains provisions to prevent domination of majority over minority. അപ്പം മൈനോറിറ്റി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ, അവരുടെ റൈറ്റ്സിനെ ഹനിക്കുവാൻ പാടില്ല. മെജോറിറ്റി ഒപ്പീനിയൻ വി വിൽ കൺസിഡർ. നമ്മൾ കരുതും ആ മെജോറിറ്റി ഒപ്പീനിയനെ മാനിക്കണം, അത് ജനാധിപത്യ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകമാണ് എന്നും പറഞ്ഞുകൊണ്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും okay, we will, after this I will explain from the beginning. The Constitution contains provisions to prevent domination of majority over minority. അതായത് മെജോറിറ്റി എപ്പോഴും നമുക്കറിയാം, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ എപ്പോഴും പ്രാധാന്യം നൽകുന്നത് മെജോറിറ്റി പീപ്പിൾസ് ഒപ്പീനിയൻ എന്നും പറഞ്ഞുകൊണ്ട് മൈനോറിറ്റിയെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുന്നില്ല. മൈനോറിറ്റിക്ക് അവരുടെ അവകാശങ്ങളെ നഷ്ടപ്പെടുത്താതെ മെജോറിറ്റിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് പ്രാധാന്യം നൽകുന്നത്. The Constitution contains provisions to prevent domination of majority over minority. മൈനോറിറ്റിയുടെ മുകളിൽ മെജോറിറ്റിക്ക് ഉണ്ടാകുന്ന ആ ഡോമിനേഷനെ തടയുന്നു നമ്മുടെ ഭരണഘടന. ഇറ്റ് കുഡ് ബി ഇന്റർ കമ്മ്യൂണിറ്റി ഡോമിനേഷൻ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും തമ്മിലുള്ള ഒരു ഇന്റർ കമ്മ്യൂണിറ്റി ഡോമിനേഷൻ ഉണ്ട്. എല്ലാവരും തമ്മിലൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു നല്ല അന്തരീക്ഷത്തിലാണ് നമ്മുടെ രാജ്യം പോകുന്നത്. ഇറ്റ് കുഡ് ബി ഇന്റർ കമ്മ്യൂണിറ്റി ഡോമിനേഷൻ വേർ ഇൻ വൺ കമ്മ്യൂണിറ്റി ഡോമിനേറ്റ്സ് അതർ ഇൻട്രാ കമ്മ്യൂണിറ്റി ഡോമിനേഷൻ. അത് നമുക്ക് കാണുവാൻ സാധിക്കും. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് ടു പ്രിവെന്റ് domination of
majority over minority. It could be inter-community domination wherein one community dominates other, or intra-community domination wherein members in the same community dominate others. ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റി മറ്റൊരു കമ്മ്യൂണിറ്റിയുടെ മേലിൽ ആധിപത്യം നേടുവാൻ ഒരിക്കലും ഭരണഘടന പറയുന്നില്ല. ഭരണഘടന പറയുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും അഭിപ്രായങ്ങളെയും അവരുടെ അവകാശങ്ങളെയും സംരക്ഷിക്കണമെന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയാം. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഇറ്റ് കണ്ടെയ്ൻസ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് അതിൻ്റെ അകത്ത് എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതാണ് പിന്നെ എന്താണ് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. ലോസ് ആൻഡ് റൂൾസ് കണ്ടെയ്ൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നിയമങ്ങളും റെഗുലേഷൻസും റെഗുലേഷൻസ് ഒക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്യുന്നത്. ലോസ്, നിയമങ്ങൾ. സോ അപ്പം ഒരു രാജ്യത്തിന് വൈ ഡസ് എ കൺട്രി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്തിനാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് ചിന്തിക്കാം. വിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ഡെമോക്രസി? കോൺസ്റ്റിറ്റ്യൂഷൻ ജനാധിപത്യത്തെ ഉറപ്പുവരുത്തുന്നുണ്ടോ? ദോ ഓൾ ഡെമോക്രാറ്റിക് കൺട്രീസ് ആർ ലൈക്ലി ടു ഹാവ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഹാവിങ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് ഗ്യാരണ്ടി ദാറ്റ് ആൾ കൺട്രി വിൽ ബി ഡെമോക്രസി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഭരണഘടനയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്, ഒരു ഭരണഘടന ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ജനാധിപത്യമല്ല. അത് മനസ്സിലാക്കുക. പിന്നെ എന്താണ് ഇതിന്റെ ലക്ഷ്യം, ഇതിന്റെ പർപ്പസ് എന്താണ്, സെർവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഇതിന്റെ ലക്ഷ്യം? അതിന്റെ മൂന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഡിഫെൻസ് ദ ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് ദ സൊസൈറ്റി. സെക്കൻഡ്, ഡിഫെൻസ് ദ നേച്ചർ ഓഫ് എ കൺട്രീസ് പൊളിറ്റിക്കൽ സിസ്റ്റം. തേർഡ്, പ്രൊട്ടക്ട്സ് ദ ലാർജർ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺട്രി. അത് ഫസ്റ്റ്, Constitution defines the fundamental nature of the society. Constitution, it lays down certain ideals that form the basis of countries that citizens want to live in. It tells the citizens the fundamental nature of the society. It serves as a set of rules and principles. Set of rules and principles that is written in the Constitution. അതിൻ്റെ അകത്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്താണ് set of rules and principles എന്ന് പറയുന്നത്. On the basis of which a country can be governed. ഏത് തരത്തിലുള്ള ഭരണമാണ് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് തന്നെ ഇതനുസരിച്ചാണ്. ദീസ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ ടു ബി എഗ്രീഡ് അപ്പോൺ ബൈ ഓൾ പേഴ്സൺസ്. എല്ലാ രാജ്യത്തിലെ എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നാണ് ഭരണഘടന എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ഐഡിയൽസ് ദാറ്റ് എ കൺട്രി ഷുഡ് അപ്ഹോൾഡ്. എന്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കണം എന്നുള്ള ഒരു പ്രധാന പ്രിൻസിപ്പിൾസ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്കിതെല്ലാം പറഞ്ഞു തരുന്നത്. It helps in governing the people. എങ്ങനെ rule the people of different communities having varied life. വ്യത്യസ്തമായ വിശ്വാസമുള്ള വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ എങ്ങനെ ഭരിക്കണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയിലാണ്. ഇറ്റ് ഡിസൈഡ്സ് ദ ടൈപ്പ് ഓഫ് ഗവൺമെന്റ്. ഏത് ടൈപ്പ് ഗവൺമെന്റ് ആണെന്ന് തീരുമാനിക്കുന്നത് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ഐഡിയൽസ് ഓഫ് ദ കൺട്രി ഷുഡ് ബി അപ്ഹോൾഡ്. ഐഡിയൽസ് ഓഫ് ദ കൺട്രി ഷുഡ് ബി അപ്ഹോൾഡ് ബൈ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്ത, കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫെൻസ് ദ നേച്ചർ ഓഫ് കൺട്രീസ് പൊളിറ്റിക്കൽ സിസ്റ്റം. അതിലൊന്ന്, നമ്മൾ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഭരണഘടന എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ആ രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. ഇറ്റ് ആക്ട് ആസ് എ ഗൈഡ് ലൈൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് ഇൻ ദ സൊസൈറ്റീസ്. ഒരു പ്രത്യേക തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മാർഗനിർദ്ദേശം തരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ റൂൾസ് പ്രൊട്ടക്ട്സ് ദ പീപ്പിൾ ഫ്രം മിസ്യൂസ് ഓഫ് പവർ ബൈ ദ ഗവൺമെന്റ്. ജനങ്ങൾ അധികാരത്തെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി അതിനെ തടയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അല്ലെങ്കിൽ ജനങ്ങൾ മിസ്യൂസ് ചെയ്യും. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത ഒരു രാജ്യത്തിൽ അവിടെ അനാർക്കിയാണ്. അനാർക്കി എന്ന് പറഞ്ഞാൽ അരാജകത്വം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു രാജാവില്ല. അരാജകത്വപരമായിട്ടുള്ള ഭരണമായിരിക്കും അവിടെ നടക്കുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. എന്തിനാണ്? ടു പ്രൊട്ടക്ട് ദ പീപ്പിൾ. ജനങ്ങളെ സംരക്ഷിക്കാൻ. എന്തിന്? ജനങ്ങൾ അധികാരം മിസ്യൂസ് ചെയ്യരുത്, ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ സെക്ഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗാർഡ്സ് ആൻഡ് റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും പ്രൊട്ടക്ട് ചെയ്യുകയും അതിന് സേഫ് ഗാർഡ് ചെയ്യുന്നതും അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ഗാർഡ്സ് ദ റൈറ്റ്സ് ഓഫ് ദ മൈനോറിറ്റി. ഈവൻ മൈനോറിറ്റീസിന്റെ അവകാശത്തെ പോലും പ്രൊട്ടക്ട് ചെയ്യുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം മെജോറിറ്റി ഒപ്പീനിയൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും, ഒരു ഡെമോക്രസിയിൽ എടുക്കുന്നുണ്ടെങ്കിലും, മൈനോറിറ്റീസിന്റെ അവകാശങ്ങളെ ഒരിക്കലും ദോഷകരമായി ബാധിക്കാത്ത വിധമാണ് മുന്നോട്ട് പോകുന്നത്. The Constitution contains provisions to prevent domination of the majority over minority. It could be inter-community domination, wherein one community dominates other, intra-community domination, wherein members of the same community dominate others. The Constitution is necessary to save us from ourselves. Next, third point. The Constitution is necessary to
ensure means to make sure, to ensure that decisions are not taken in haste or impulsively which may go against larger interest of the society. അതായത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകമായിട്ട് വിഭാവനം ചെയ്യുന്നുണ്ട്, ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് ഒരു കാരണവശാലും ഒരു മെജോറിറ്റി പീപ്പിളിന്റെ എതിരായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു തീരുമാനം അവരൊരിക്കലും എടുക്കത്തില്ല. അവരെടുക്കുന്ന തീരുമാനം എപ്പോഴും മെജോറിറ്റി പീപ്പിളിനും കൊള്ളാവുന്ന രീതിയിലുള്ള തീരുമാനമായിരിക്കും എടുക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ is to ensure that decisions are not taken in haste or impulsively which may go against large interest of the society. ഒരിക്കലും ലാർജ് ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റിക്ക് എതിരായിട്ട് ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചിന്തിച്ചും ആലോചിച്ചും മാത്രം എടുത്ത ഒരെണ്ണമാണ് ഭരണഘടന. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഏകദേശം 3 വർഷത്തോളം എടുത്തു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കെയിം ഇൻ ടു ബീങ്. നമ്മുടെ ഇന്ത്യയിൽ 1950 ആണ് ഇത് വന്നത്. അപ്പം 3 വർഷത്തോളം, അത് 300ഓളം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ചർച്ചയ്ക്ക് ശേഷമാണ് 300ഓളം ആൾക്കാർ റെപ്രസെന്റേറ്റീവ്സിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് അവർ 3 വർഷത്തോളം ഇതിനെക്കുറിച്ച്, ഇതിന്റെ വരും വരായികളും ഇത് നടപ്പിലാക്കുന്ന കാര്യങ്ങളും ഇതിലെ ഓരോന്നിനെ കുറിച്ച് അവർ ചർച്ചയ്ക്ക് വെച്ച് അത് വളരെ ആലോചിച്ച് 3 വർഷത്തിന് ശേഷമാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് എപ്പോഴും എടുക്കുന്നത്, അങ്ങനെ എടുക്കത്തുള്ളൂ. എ ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട്സ് ഇറ്റ്സ് ബേസിക് സ്ട്രക്ചർ. ഇറ്റ് ഡസ് നോട്ട് അലോ ഓവർത്രോയിങ് ഓഫ് പ്രൊവിഷൻസ് ദാറ്റ് ഗ്യാരണ്ടി റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ് ആൻഡ് ദെയർ ജനങ്ങൾ അതായത് വ്യക്തികളും അവരുടെ സ്വാതന്ത്ര്യത്തെയും പൗരന്മാരും അവരുടെ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്നതായ ഒരു കാര്യവും ഭരണഘടനയിലില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സേഫ് ഗാർഡ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ് ആൻഡ് ദെയർ ഫ്രീഡം. അവർക്ക് സമൂഹത്തിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കണം, ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷൻ തടയിടുന്നില്ല. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻസ് ദ ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് ദ സൊസൈറ്റി ഫസ്റ്റ്. സെക്കൻഡ്, ഡിഫൈൻസ് ദ നേച്ചർ ഓഫ് എ കൺട്രീസ് പൊളിറ്റിക്കൽ സിസ്റ്റം. നെക്സ്റ്റ്, പ്രൊട്ടക്ട്സ് ദ ലാർജർ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺട്രി. അതിനെ പല പോയിന്റുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. കാര്യങ്ങളാണ് പറഞ്ഞത്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്തത് നേപ്പാളിലെ ഒരു കേസ് സ്റ്റഡി നമുക്ക് നോക്കാം. നേപ്പാളില് ഫസ്റ്റില് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നേപ്പാൾ അഡോപ്റ്റഡ് ഇൻ 1919. 1990 നേപ്പാളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. സെഡ് ദാറ്റ് ദ ഫൈനൽ അതോറിറ്റി റെസ്റ്റഡ് വിത്ത് ദ കിങ്. അതിന്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അധികാരം എന്ന് പറയുന്നത് രാജാവിനായിരുന്നു. അവിടെ നേപ്പാൾ രാജാവിനായിരുന്നു ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത്. നേപ്പാളിലെ കഥയാണ് പറയുന്നത്. 1990 ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നേപ്പാൾ എന്ന് പറയുന്നത് ഫൈനൽ അതോറിറ്റി രാജാവിന് എന്ന് പറഞ്ഞാൽ അവിടെ മൊണാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെന്റ്, മൊണാർക്കിയാണ്. അപ്പം ഈ പീപ്പിൾസ് മൂവ്മെന്റ്, അവിടെ നേപ്പാളിലെ ജനങ്ങളുടെ ഒരു മൂവ്മെന്റ് ഉണ്ടായി. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവര് സംഘടനകൾ കൊണ്ടുവന്ന് രാജാവിനെതിരെയുള്ള ഒരു ജനഹിതം ഉണ്ടായി അവിടെ. പീപ്പിൾസ് മൂവ്മെന്റ് ഇൻ നേപ്പാൾ ഫോർട്ട് ഫോർ ഡെമോക്രസി. അവർ എന്തിനു വേണ്ടിയിട്ടാണ്? അവർ പറയുന്നത് ജനാധിപത്യം വേണം, നേപ്പാളില് രാജഭരണം അവസാനിപ്പിച്ച് ഒരു ജനാധിപത്യ ഭരണ സംവിധാനം വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു മൂവ്മെന്റ് അവിടെ ഉണ്ടായി. എ പീപ്പിൾസ് മൂവ്മെന്റ് ഇൻ നേപ്പാൾ ഫോർട്ട് ഫോർ ഡെമോക്രസി ഫോർ സെവറൽ ഡെക്കേഡ്സ്. അങ്ങനെ വർഷങ്ങളോളം അവർ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. എന്തിന്? അവിടെ ജനാധിപത്യം വേണം എന്ന് പ്രവർത്തിച്ചു. അങ്ങനെ 2006 ആയപ്പോഴത്തേക്കിന് ദ മൊണാർക്കി വാസ് എൻഡഡ്. ആ രാജഭരണം അവസാനിച്ചു. കിങ്ഷിപ്പ് എൻഡഡ്. കിങ്ഷിപ്പ് അവിടെ അവസാനിച്ചു. ആൻഡ് പീപ്പിൾ സ്റ്റാർട്ടഡ് ടു റൈറ്റ് എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ജനങ്ങൾ എല്ലാവരോട് ചേർന്ന് അവരൊരു തീരുമാനമെടുത്ത് അവർ ഭരണഘടന എഴുതി തയ്യാറാക്കി. പീപ്പിൾ സ്റ്റാർട്ടഡ് ടു റൈറ്റ് എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം നേപ്പാളിലെ ഒരു കാര്യം നമ്മൾ അതാ നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞത് ജനാധിപത്യം ആകണമെന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നതെല്ലാം ജനാധിപത്യം അല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ജനാധിപത്യം ആകണമെന്നില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിന്റെ കാരണം എന്താ? നേപ്പാളിന്റെ ഉദാഹരണം. നേപ്പാൾ 1990 രാജാവ് ഭരിക്കുകയാണ്. അപ്പോൾ രാജാവിനാണ് ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത്. ജനങ്ങളെല്ലാം എതിരായി. ജനങ്ങൾ പ്രക്ഷോഭങ്ങൾ കൊണ്ടുവന്ന് മുന്നോട്ട് വന്നപ്പോൾ 2006 ആയപ്പോഴത്തേക്കിന് അവിടെ രാജഭരണം അവസാനിച്ചു.
അങ്ങനെ രാജഭരണം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ അവർക്ക് ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റിക്കൊണ്ട് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. അത് ജനങ്ങൾ എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷനാണ്. പീപ്പിൾ സ്റ്റാർട്ടഡ് ടു റൈറ്റ് ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ജനങ്ങൾ എഴുതിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ വന്നു. അങ്ങനെ എന്തോ അവസാനിച്ചു, മൊണാർക്കി അവിടെ അവസാനിച്ചു 2006. അവിടെ ഇപ്പം ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് അവിടെ വന്നു. Early constitution in Nepal did not reflect the ideals of the countries that citizens of Nepal wanted. അവിടെ കണ്ടോ, ആദ്യത്തെ ഐഡിയൽസ് അനുസരിച്ച് നേപ്പാളിൽ ഒരു കാരണവശാലും അവിടെ ജനങ്ങൾക്ക് അനുസൃതമായ ഒരു ജനാധിപത്യ വ്യവസ്ഥയായിരുന്നില്ല. അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പക്ഷെ അത് ജനാധിപത്യമല്ല. The early constitution in Nepal did not reflect the ideals of the country that citizens of Nepal wanted. നേപ്പാളിലെ ജനങ്ങൾക്ക് വേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നില്ല ആദ്യം. സോ ദേ ക്രിയേറ്റഡ് എ ന്യൂ വൺ. അതുകൊണ്ടാണ് അവർ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ദേ ക്രിയേറ്റഡ് എ ന്യൂ വൺ, പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ. അത് എങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനാ? ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ. അത് ഡെമോക്രാറ്റിക് വാല്യൂസ്, അതായത് ജനങ്ങൾക്ക് ഹിതകരമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കൊണ്ടുവന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് സെറ്റ് ഓഫ് റൂൾസ്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. Purpose of the constitution, there are three purposes. Defines the fundamental nature of the society, defines the nature of a country's political system, protects the larger interest of this country. Then adinte pointകൾ ധാരാളം ഞാൻ പറഞ്ഞു. Next, Indian constitution key features. The Indian constitution, who was the founder of the constitution? നമ്മൾ സാധാരണ പറയുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആരാണ്? ബാബാ സാഹേബ് ഭീം റാവു അംബേദ്കർ. BR അംബേദ്കർ ആണ് എന്തുകൊണ്ടുവന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട്. അദ്ദേഹമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നത്. ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പം അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറ്റമറ്റതായ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കീ ഫീച്ചേഴ്സ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്ത് നോക്കുക. വൈ ഇന്ത്യൻസ് തോട്ട് ഹാവിംഗ് ദെയർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇന്ത്യയുടേതായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് അവര് നിർബന്ധിച്ചത്? അതിന്റെ കാരണം ഇതാണ്. ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായതുകൊണ്ട് ഇന്ത്യക്കാർക്ക് അവരുടേതായിട്ടുള്ളൊരു ഭരണം വേണമെന്ന് അവര് നിർബന്ധം അവർക്ക് വേണമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ഭരിച്ചത്. അതുകൊണ്ട് ഇന്ത്യക്കാരുടേതായ ഒരു ഭരണഘടന വേണമെന്നും ജനങ്ങളുടെ താല്പര്യങ്ങളെ മാനിക്കുന്ന ഒരു ഭരണഘടനയെ വേണമെന്ന് അവർ സ്റ്റാർട്ട് ചെയ്തു. So why Indians thought having their own constitution? അപ്പൊ ഇന്ത്യൻസ് എന്തുകൊണ്ടാണ് അവരുടേതായ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം? കാരണം എന്ന് പറഞ്ഞാൽ 1947 മുമ്പ് 47 സ്വാതന്ത്ര്യം കിട്ടിയ. അതിന് മുമ്പ് വരെ ആര് ഭരിച്ചുകൊണ്ടിരുന്നതാണ്? ബ്രിട്ടീഷുകാർ ഭരിച്ചത്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സന്ദർഭത്തിൽ അവർ അവരുടേതായ ലോസും റൂൾസും ഒക്കെ ഉണ്ടായിരുന്നു. സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ലോസ് ഉണ്ടായിരുന്നു. അത് പക്ഷേ ബ്രിട്ടീഷ് റൂൾ ആയിരുന്ന സമയത്താണ്. ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യൻസ് വെയർ ഫോഴ്സ്ഡ് ടു ഒബേ റൂൾസ് ആൻഡ് ലോസ് മെയ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളും അവരുടെ റൂൾസും എല്ലാം അവരുടെ ഭരണവും എല്ലാം നമ്മൾ അനുസരിക്കേണ്ടതായിട്ട് വന്നു. ഫോഴ്സ്ഡ് ടു ഒബേ, നമ്മൾ നിർബന്ധപൂർവ്വം, അതായത് നമുക്ക് അനുസരിച്ചേ പറ്റൂ എന്നൊരു കണ്ടീഷനായിരുന്നു. സോ ദ എക്സ്പീരിയൻസസ് അണ്ടർ കൊളോണിയൽ റൂൾ, ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കൊളോണിയൽ ഭരണമാണ്, കോളനി ഭരണമാണ്. കോളനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസ് ഉണ്ട് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യാം. അത് അവർ ബ്രിട്ടനിൽ കൊണ്ടുപോയിട്ട് ഫിനിഷ് പ്രോഡക്റ്റ് ആക്കാം. ഒരു ഇൻഡസ്ട്രീസ് തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന മാർക്കറ്റ്. അങ്ങനെ ഒരു കോളനിയാക്കി മാറ്റി ഇന്ത്യയെ. അപ്പോൾ ആ എക്സ്പീരിയൻസ്, അപ്പോൾ ഇന്ത്യക്കാരെല്ലാം കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ഈ റോ മെറ്റീരിയൽസ് ഉൽപ്പാദിപ്പിക്കുക, അത് മുഴുവൻ ബ്രിട്ടീഷുകാർ കൊണ്ടുപോവുക. ഉദാഹരണത്തിന് കോട്ടൺ കർഷകർ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുക, അത് ബ്രിട്ടീഷുകാർ അവിടെ കൊണ്ടുപോവുക. അവിടെ കൊണ്ടുപോയി ഇൻഡസ്ട്രി കൊണ്ടുപോയിട്ടത് കോട്ടൺ ക്ലോത്ത് ആക്കി മാറ്റുക, ഇന്ത്യയിൽ തന്നെ വിറ്റ് കാശാക്കുക. ഒരു കോളനി, ഇന്ത്യ ഒരു കോളനി, നല്ലൊരു കോളനിയാക്കി മാറ്റി ബ്രിട്ടീഷുകാരുടെ. അപ്പൊ ഇന്ത്യക്കാർ കഠിനാധ്വാനം ചെയ്തിട്ട് അവരുടെ എല്ലാ അധ്വാന ഫലവും ബ്രിട്ടീഷുകാർ കൊണ്ടുപോവുകയാണ്. ദാറ്റ് ഫ്രീ ഇന്ത്യ ഷുഡ് ബി ഡെമോക്രാറ്റിക് കൺട്രി. അതുകൊണ്ടാണ് ജനങ്ങൾ പറഞ്ഞത് നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് കൺട്രി, ഒരു ജനാധിപത്യ രാജ്യമാകണം എന്നവര്
പറയാൻ കാരണം. എവരി വൺ ഈസ് കൺസിഡർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ വ്യക്തികളെയും പിന്നെ ഒരേപോലെ കാണും. ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്, ഈ ലക്ഷ്യത്തിന് വേണ്ടി ഇന്ത്യ നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന് നമുക്ക് വേണ്ടത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ഇന്ത്യയിൽ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വൈ ഇന്ത്യൻസ് തോട്ട് ഓഫ് ഹാവിങ് ദെയർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ട് ഒരു ഭരണഘടന വേണം. അതിന്റെ കാരണം ഇതാണ്. ബ്രിട്ടീഷ് ഭരണമായിരുന്നു ആ സമയത്ത്. ബ്രിട്ടീഷുകാർ പറയുന്നത് എന്തോ അനുസരിച്ചേ പറ്റൂ, അവരുടെ ലോസോ റൂൾസോ അനുസരിച്ചേ പറ്റൂ. പക്ഷെ കോളനി ഭരണം ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ചിന്തിച്ചു, ഞങ്ങളുടേതായ ഒരു സെൽഫ് റൂൾ, ഒരു സ്വരാജ് സെൽഫ് റൂൾ വേണമെന്ന്. അങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഫ്രെയിം ചെയ്തതും അതിലധിഷ്ഠിതമായ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ഇന്ത്യയിൽ വരികയും ചെയ്തത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇപ്പോൾ ഇന്ത്യയാണ്. ഹൗ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫ്രെയിംഡ്. എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത്? To establish a democratic society, Indian constitution was framed by a group of around 300 people. ഏകദേശം ഒരു 300-ലധികം ജനങ്ങൾ, നേരത്തെ പറഞ്ഞതാണ്, 300-ലധികം ജനങ്ങളെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ്സ് തിരഞ്ഞെടുത്തു. അവരെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഒരു അസംബ്ലി അവിടെ ഫോം ചെയ്തു. ആ അസംബ്ലിയിൽ 300ഓളം അംഗങ്ങളുണ്ട്. അവരെല്ലാം വെൽ എഡ്യൂക്കേറ്റഡും പല പിന്നെ ഉയർന്ന നിലവാരത്തിലുള്ളവരും ഉയർന്ന ആൾക്കാരുമായ 300 പേരെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടു. അവർ വളരെ ചിന്തിച്ച് 3 വർഷത്തോളം എടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഭരണഘടന അവരെഴുതി ഉണ്ടാക്കിയത്. ദിസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഹു ഫ്രെയിംഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കാൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അവർ ഫ്രെയിം ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തവരെയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് നമ്മൾ പറയുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മെറ്റ് ഫോർ 3 years ഫ്രം 1946 periodically. അത് 46, 47, 48, 49, 50. നമ്മൾ 46 എടുക്കണ്ട, 47, 48, 49, 50 ആയപ്പോഴത്തേക്ക് ഇത് ഫ്രെയിം ചെയ്തു. ഏകദേശം 3 വർഷം ഇതിനെക്കുറിച്ച് വളരെ ചിന്തിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാൻ സാധിച്ചത്. സോ ഇനി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് ഉണ്ടായിരുന്ന വെല്ലുവിളികൾ, അവര് പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് പിന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, പിന്നെ അവരുടെ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു. അവരൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പെട്ടെന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന, ഒരു സെറ്റ് ഓഫ് റൂൾസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിലേ പറ്റൂ. ഒന്ന്, ഡൈവേഴ്സ് കമ്മ്യൂണിറ്റീസ്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളാണ്. ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, പാഴ്സികള്, ജൈനിസ്, സൊറാഷ്ട്ര, അങ്ങനെ പല മതത്തിൽപ്പെട്ട ആൾക്കാർ. അപ്പൊ ആ പല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ അവർക്ക് എല്ലാവർക്കും ദോഷമില്ലാത്ത, ഇപ്പൊ ഹിന്ദു ആണെന്നും പറഞ്ഞുകൊണ്ട് ആ ഹിന്ദുവിന്റെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട്, ക്രിസ്ത്യാനി ആണെങ്കിൽ ക്രിസ്ത്യാനികളുടെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട്, പാഴ്സി ആണെങ്കിൽ പാഴ്സിയുടെ, സൊറാഷ്ട്രിയനിസം ആണെങ്കിൽ ആ മതത്തെ, ജൈനിസം, ബുദ്ധിസം, പാഴ്സി മതം, ഇപ്പൊ എല്ലാ മതങ്ങളെയും മാനിച്ചുകൊണ്ട് തന്നെ സിഖ് മതം, അങ്ങനെ ഒരുപാട് മതങ്ങളുണ്ട്. അപ്പൊ ആ മതങ്ങളെല്ലാം ഡൈവേഴ്സ് കമ്മ്യൂണിറ്റീസിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ്. അതൊരു ചലഞ്ചാണ്. ദാറ്റ് വാസ് ദ ചലഞ്ച്. ദാറ്റ് വാസ് എ ഗ്രേറ്റ് ചലഞ്ച് ഇൻ ദാറ്റ് ടൈം. എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിൽപ്പെട്ടവരെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക് ദോഷകരമായി ബാധിക്കരുത്. എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള, അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞു, ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത്. അപ്പൊ ആർക്കും അവരുടെ പിന്നെ എന്താണ് അവരുടെ ഇതിന് മതത്തിന് എതിരായിട്ടല്ല, എല്ലാവരും അങ്ങനെയാണ് ഡൈവേഴ്സ് കമ്മ്യൂണിറ്റി. അതൊരു ചലഞ്ചായിരുന്നു. സെക്കൻഡ് ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ. സമൂഹത്തില് സാമൂഹ്യ സാമ്പത്തികമായ അവസ്ഥകൾ. ചില ആൾക്കാർ റിച്ച് കാണും, ചിലർ പൂർ കാണും. അപ്പൊ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ദോഷകരമായിട്ടല്ലാതെ സാമൂഹ്യ സാമ്പത്തികമായിട്ടുള്ള അടിത്തറയിടുന്ന ഒരു ഭരണഘടന. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആൾ ആർ ഈക്വൽ ബിഫോർ ലോ, എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരായിക്കൊണ്ട്, ഒരു സോഷ്യോ എക്കണോമിക് ഡൈവേഴ്സിറ്റി ഉണ്ടാകാതെ ഓൾ പീപ്പിൾ വിൽ ബി ട്രീറ്റഡ് ഈക്വലി, ഒരേപോലെ ട്രീറ്റ് ചെയ്ത്, അതൊരു ചലഞ്ചായിരുന്നു. നെക്സ്റ്റ്, പാർട്ടീഷൻ ഓഫ് ദ കൺട്രി. അതായത് നമുക്ക് 1946 കഴിഞ്ഞതിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ, മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി ബ്രദേഴ്സ്, ദേ ഡിമാൻഡഡ് പാകിസ്ഥാൻ. അവർ പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്തു. അങ്ങനെ അലി ബ്രദേഴ്സിന്റെ പിന്നെ മുഹമ്മദ് അലി ജിന്നയുടെയൊക്കെ ആഗ്രഹപ്രകാരം പാകിസ്ഥാൻ ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ പാകിസ്ഥാൻ ഡിവൈഡ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ അവസ്ഥ, അതൊരു പ്രധാന ഘടകമാണ്.
കാരണം ആ സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി. കുറേ പേര് അങ്ങോട്ട് പോയി, കുറേ പേര് ഇങ്ങോട്ട് വന്നു. പെട്ടെന്ന് ഉള്ള ഒരു പലായനം, പെട്ടെന്നുണ്ടായിരിക്കുന്ന ജനങ്ങളെ എവിടെ സെറ്റ് ചെയ്യണം, സെറ്റിൽ ആവണമെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കാൻ ഉള്ള ഒരു കാലതാമസം, ഒരു മൈഗ്രേഷൻ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഈ ഭരണഘടന അതെല്ലാം പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് ഒരു ഭരണഘടന, അതൊരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫ്രെയിം ചെയ്യാൻ നേരത്തെ ഒരു വെല്ലുവിളിയായിരുന്നു. പാർട്ടീഷൻ ഓഫ് ദ കൺട്രി. നെക്സ്റ്റ്, അൺഡിസൈഡ് ഫ്യൂച്ചർ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്. ഇവിടുന്ന് നമുക്കറിയാം ഇന്ത്യയിൽ 600-ൽ പരം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഇവരെല്ലാം പ്രിൻസിലി സ്റ്റേറ്റ്സ്, ഓരോരോ സ്ഥലം ഓക്കുപ്പൈ ചെയ്യുന്ന രാജാക്കന്മാരുണ്ട്. ഇവരെ എല്ലാം യുണൈറ്റ് ചെയ്തിട്ട് ഇവരെല്ലാം ഇന്ത്യൻ യൂണിയനിലേക്ക് വരാൻ, സർദാർ വല്ലഭായ് പട്ടേലും VP മേനോന്റെ ശ്രമഫലമായിട്ടാണ് ഇവരെല്ലാം ഇന്ത്യൻ യൂണിയനിലോട്ട് ജോയിൻ ചെയ്തത്. പല രാജ്യങ്ങളും, ഈവൻ